മാംഗല്യം പാർട്ട് 16. വിവി തൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തതും മറ്റുള്ളവരെ നോക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ പെട്ടെന്ന് തന്നെ പാറു അവിടെ നിന്നും കിച്ചണിലേക്ക് പോയി. വിവി ഡൈനിങ് ടേബിളിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് തുറന്നപ്പോൾ തന്നെ അതിൽ നിന്നും അടിക്കുന്ന മണം ആസ്വദിച്ച്, ഇന്ന് അമ്മയല്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, എൻ്റെ പാറുമോളാണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്? അതെ, അത് നിനക്കെന്ന് മനസ്സിലായി? എന്നും അമ്മ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മണമല്ലല്ലോ വരുന്നേ, അതുകൊണ്ട് ചുമ്മാ ഒന്ന് ഗസ് ചെയ്തതാ. ഇനി അമ്മ അടുക്കളയിൽ കയറണ്ട, പാറു നല്ല സൂപ്പറായിട്ടുണ്ടാക്കി തരും. അത് പറഞ്ഞുകൊണ്ട് മുമ്പിലിരിക്കുന്ന വേദിനെ നോക്കിയപ്പോൾ അവൻ രൂക്ഷമായി അവനെ നോക്കി പേടിപ്പിച്ചതും, അല്ല വേണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പാറു കൂടി കയറിയ കൊള്ളാം, ഇങ്ങനെയൊക്കെയുള്ള ടേസ്റ്റ് വ്യത്യാസമുള്ള ആഹാരം കഴിക്കാമല്ലോ. അവൻ വിക്കി പറഞ്ഞ് ഒപ്പിച്ചു. വേണ്ട, ഞാൻ പാറുവിനെ തന്നെ കയറ്റാം, നീ അതല്ലേ പറഞ്ഞേ? അത് പറഞ്ഞതും, അല്ലമ്മ, അത് അവൾക്കൊരു ബുദ്ധിമുട്ടായാലും അവളെ ഇവിടെ വേലക്കാരിയെ കൊണ്ടുവന്നെന്ന് തോന്നിയാലോ? അത് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും അവൾക്ക് ആഗ്രഹം തോന്നുമ്പോൾ കയറിക്കോട്ടെ, അമ്മ എതിർക്കാൻ നിൽക്കണ്ട. വിവി ഒരു പരിങ്ങലോടെ അമ്മയോടായി പറഞ്ഞ്. വേദ് അല്പം ഗൗരവത്തോടെ, നീ എന്നോടാ കോളേജിൽ പോകാൻ തുടങ്ങുന്നത്? ഞാനിന്ന് പോകുക. വേദ് അവിടെ ഇരുന്നുകൊണ്ട് അടുക്കളയിലേക്ക് നോക്കി. പാറു പെട്ടെന്ന് തന്നെ അവിടെ വെച്ചു. വിളിച്ചോ? അവൾ പതുങ്ങിയ സ്വരത്തിൽ അവനോടായി ചോദിച്ചു. നീ കോളേജിൽ പോകുന്നില്ലേ? പോണം, എൻ്റെ ബാഗെല്ലാം വീട്ടിലാണ്. ഞാൻ ഇന്ന് അല്പം നേരത്തെ വരാം, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോയി പുസ്തകവും നിൻ്റെ ബാഗും പിന്നെ നിനക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ട് വരാം, അതുകൊണ്ട് റെഡിയായിരിക്കണം കേട്ടോ. വേദ് ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞു. അവൾക്ക് വല്ലാതെ സന്തോഷം തോന്നി. പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും അത് മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കത്തക്ക രീതിയിൽ അവൾ തൻ്റെ റൂമിലേക്ക് ഓടി മുകളിലേക്ക് പോയി. അത് വേദ് കണ്ടിരുന്നു. വേദ് പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് കൈയും കഴുകി മുകളിലേക്ക് കയറാനിരിക്കുന്നു. ഏട്ടൻ പോകാനിറങ്ങിയതല്ലേ? ആ, ഞാൻ ഒരു ഫയൽ എടുക്കാൻ മറന്നു, അത് മുകളിലത്തെ റൂമിലെടുത്ത് വെച്ചിരിക്കുക, ഞാൻ പോയി എടുത്തിട്ട് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് വേദ് പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് കയറി നേരെ പാറുവിൻ്റെ റൂമിൽ ചെന്നപ്പോൾ അവൾ ബെഡിൽ നിന്ന് കരയുന്ന കണ്ടുകൊണ്ടാണ് വേദ് അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. ഡോർ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് പാറു ബെഡിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ നിറഞ്ഞു വന്ന രണ്ട് കണ്ണുകളും തുടച്ചുകൊണ്ട് തിരിഞ്ഞ് അവനെ നോക്കി. എന്നിട്ട് എന്താ? അവൾ പതുങ്ങിയ സ്വരത്തിൽ അവനോടായി ചോദിച്ചു. നീ എന്തിനാ ഇപ്പോൾ കരഞ്ഞേ? ഞാൻ കരഞ്ഞില്ല എന്ന് മാത്രം നീ പറയരുത്. ഞാൻ കണ്ടു നിൻ്റെ കണ്ണുകൾ നിറഞ്ഞ്. അത് സന്തോഷം കൊണ്ടാ. ഇതുവരെ ആരും എന്നെ ഇത്രത്തോളം സ്നേഹത്തോടെ കെയർ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അച്ഛന് വയ്യാതായതിനു ശേഷം ഭീഷണിയുടെയും കുത്തി നോവിക്കാനും ഒക്കെ ആയിട്ടാണ് എല്ലാവരും വാ തുറക്കുന്നത്. പിന്നെ എൻ്റെ കുട്ടു മാത്രമേ ഉള്ളൂ അല്പം സ്നേഹത്തോടെ. ഇവിടെയുള്ള ഓരോരുത്തരും എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്ന കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി, അതുകൊണ്ട് അറിയാതെ കണ്ണ് നിറഞ്ഞതാ. അവൾ അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. വേദ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖം രണ്ട് കൈ കൊണ്ട് ഉയർത്തി കണ്ണ് തുടച്ചു കൊടുത്തു. ഇനി ആരുമില്ല എന്നൊരു തോന്നലൊന്നും വേണ്ട കേട്ടോ. വിരലിലെണ്ണാവുന്ന ദിവസം, അത് കഴിയുമ്പോൾ എൻ്റെ ഈ കൈ കൊണ്ട് ഈ കഴുത്തിൽ ഒരു താലി വീഴും. എന്നെ പറയരുത് കേട്ടോ, എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, അങ്ങനെയുള്ള വാചകങ്ങളൊന്നും. ഈ ചങ്കിൽ കയറിക്കൂടിയിട്ട് എത്ര നാളായെന്നറിയോ? നിൻ്റെ പിന്നാലെ ഒരു നിഴൽ പോലെ ഞാനുണ്ടായിരുന്നു, നിനക്കറിയത്തില്ല എന്ന് മാത്രം. നിൻ്റെ നേരെ ഭദ്രൻ്റെ ഓരോ നോട്ടം വീഴുമ്പോഴും അവനെ ഇല്ലാതാക്കാനുള്ള ദേഷ്യം എന്നിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ മുന്നിലേക്ക് വന്നാൽ ഭദ്രൻ്റെ ഒരു കാര്യങ്ങളും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. അവൻ ഒന്നുകൂടി ജാഗ്രതയുണ്ടാകും. പക്ഷേ ഞാൻ ഒരല്പം വൈകിപ്പോയി. ഒരു താമസം കാട്ടിയത് കൊണ്ട് മാത്രമാണ് നിനക്ക് നിൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട് എന്നവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വീണ്ടും. ഇനി ഈ കണ്ണ് നിറയരുത് ഒന്നിനു വേണ്ടി. നീ ഈ വേദിൻ്റെ ഭാര്യയാകാൻ പോകുന്നോളാ. ഇത്രയും നാൾ കരഞ്ഞതും സങ്കടപ്പെടുത്തതും എല്ലാം മതി. ഇനി സന്തോഷം മാത്രം മതി. നിൻ്റെ
ചൊടിയിൽ എപ്പോഴും എനിക്ക് ആ കുഞ്ഞു പുഞ്ചിരി കാണണം. എന്തും എപ്പോഴും കുട്ടുവിനോട് ചിരിച്ചും കളിച്ചും സംസാരിക്കുമ്പോൾ നിൻ്റെ ചൊടിയിൽ വരുന്ന ആ മനോഹരമായ പുഞ്ചിരി, ആ പുഞ്ചിരി കാണാൻ ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്ര നല്ല ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് സമ്മാനിച്ച് നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണ്ടേ? അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ മുഖം അവളുടെ മുഖത്ത് നേരെ അടുപ്പിച്ചുകൊണ്ട് അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. പിന്നീട് അവിടെ നിന്നും തിരിഞ്ഞ് ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോഴും കിട്ടിയ ഉമ്മയുടെ ഹാങ് ഓവർ കുറിച്ച് അങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അവൻ അവളുടെ നിൽപ്പ് കണ്ട് ഒരു കള്ളച്ചിരിയോടെ താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോകുമ്പോഴാണ് മുകളിലേക്ക് വിവേക് കയറി വരുന്നത്. വിവേക് കണ്ടിരുന്നു വേദിൻ്റെ ചുണ്ടിലെ ആ കള്ളച്ചിരി. എവിടേക്കോ സംതിങ് ഫിഷി അവനെ അടിക്കുകയും ചെയ്തു. അവൻ പെട്ടെന്ന് തന്നെ വേദിന് കുറുകെ കയറിയിരുന്നു. ഏട്ടൻ ഫയൽ എടുക്കാനല്ലേ മുകളിലേക്ക് പോയി, എന്നിട്ട് ഫയൽ കണ്ടില്ലല്ലോ? അത് ഞാൻ ഫയൽ കണ്ടു, ഫയലിലെ മെയിൻ പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്തു, അവൻ ഒരു പരുങ്ങലോടെ പറഞ്ഞു. എന്നിട്ടും അവനെ ഗൗരവമായി നോക്കി നിൽക്കുന്ന എന്താടാ ഇനി മെയിൻ പോയിൻറ്റ്സ് നിന്നെ പറഞ്ഞു കേൾപ്പിച്ചാലേ നീ എന്നെ ഇവിടെ നിന്ന് വിടത്തോളോ? അവൻ അല്പം ഗൗരവത്തോടെ വിവേകിനോട് ചോദിച്ചത്. വിവേക് പെട്ടെന്ന് തന്നെ സൈഡിലേക്ക് ഒഴിഞ്ഞു മാറി. അല്ല ഏട്ടൻ ഫയൽ എടുക്കാനല്ലേ മെല്ലിട്ട് കയറിയേ, ഏട്ടൻ്റെ കയ്യിൽ ഫയൽ കാണാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഏട്ടൻ പൊക്കോ. അവൻ ഒന്ന് ഗൗരവത്തിൽ മൂളിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അല്ല ഇങ്ങേരെന്തിനാ ചിരിച്ചോണ്ട് വന്നേ? ഇങ്ങേരുടെ മുഖത്ത് ആ ചിരി അത്ര പന്തിയല്ലല്ലോ. അത് പറഞ്ഞുകൊണ്ട് വിവേക് ഓടി മുകളിലേക്ക് കയറി നേരെ പാറുവിൻ്റെ റൂമിൽ ചെന്നു. പാറു അപ്പോഴും അതേ നിൽപ്പ് തന്നെയായിരുന്നു. വിവേക് പെട്ടെന്ന് ഓടിച്ചെന്ന് പാറു. ആ എന്താ എന്താ വേദേട്ടൻ പോയോ? അങ്ങേരിപ്പോൾ സ്റ്റേഷനിലെത്തി കാണും. ആണോ? എന്താ ഒരു ഞെട്ടലും ഏട്ടനെ തിരക്കും ഒക്കെ? ഒന്നുമില്ല. അവൾ വേദിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖം ചുമന്നു വരുന്നത് കണ്ടതും എന്തോ സംതിങ് ഞാനറിയാതെ നടന്നല്ലോ. എന്താണ് മോളെ പാറു ഈ മുഖമെല്ലാം ഇങ്ങനെ അരുണാഭമായി വരുന്നതിൻ്റെ അർത്ഥം? ഒന്ന് പോയേട്ടാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയതും അതേ പാറൂസേ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പ് കേട്ടോ. താങ്ക് യു. അത്രയും പറഞ്ഞിട്ട് അവൾ ഒരു കള്ളച്ചിരിയോടെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഇവളുടെ ചിരിയും അങ്ങേരുടെ കള്ളച്ചിരിയും എല്ലാം കൂട്ടി വായിച്ചിട്ട് ഇവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിവി നേരെ റൂമിൽ കയറി ഫ്രഷായി നേരെ കോളേജിലേക്ക് വിട്ടു. വൈകുന്നേരം ഒരു 3:30 ആയതോടുകൂടി വേദ് വീട്ടിലെത്തിയപ്പോൾ പാറു തൻ്റെ റൂമിലായിരുന്നു. പാറുവിൻ്റെ റൂമിൽ ചെന്ന് പറഞ്ഞിട്ട് ഫ്രഷ് ആകാം എന്ന് കരുതി നേരെ വേദ് പാറുവിൻ്റെ റൂമിൽ ചെന്നപ്പോൾ പാറു ബാത്റൂമിൽ. ഇവളെന്തെടുക്കുക ബാത്റൂമിൽ? അത്രയും പറഞ്ഞിട്ട് ആ റൂമെല്ലാം ഒന്ന് നോക്കുകയായിരുന്നു. അതെപ്പോഴാണ് ബാത്റൂമിൻ്റെ ഡോർ തുറന്നു വരുന്ന പാറുവിനെ കണ്ട് അവൻ അങ്ങനെ തന്നെ നോക്കി നിന്നു. പാറു വേദ് ഉണ്ട് എന്ന് അറിഞ്ഞതേയില്ല. ഒരു ടവൽ മാത്രം ഉടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. എന്തൊക്കെ പിറുപിറുത്തോണ്ടാണ് കുട്ടി ഇറങ്ങി വരുന്നത്. എന്ത് പണിയാണ് ഞാൻ കാട്ടിയത്? എൻ്റെ ഡ്രസ്സ് പോലും എടുക്കാതെ എന്താലോചിച്ചുകൊണ്ടാണ് ഞാൻ ഈ കയറിപ്പോയത്? അത്രയും പിറുപിറുത്തുകൊണ്ട് അവൾ ഡോർ ക്ലോസ് ചെയ്ത് മുന്നിലേക്ക് നോക്കിയ വേദിനെ കണ്ടതും അവൾ അങ്ങനെ തന്നെ നിന്നുപോയി. അവൻ അവളെ നോക്കണോ വേണ്ടായോ എന്നർത്ഥത്തിൽ നിന്ന് പരുങ്ങാൻ തുടങ്ങിയതും പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഡ്രസ്സ് കൊണ്ട് തൻ്റെ ഷോൾഡർ മുതൽ താഴോട്ട് അവൾ പുതച്ചു. ഏട്ടനെന്താ ഇവിടെ? അല്ല പോവണ്ടേ, അതിന് റെഡിയാകാൻ പറയാൻ വന്നതാണ് ഞാൻ. ശരി ഞാൻ പോവുക, നീ റെഡിയായി പെട്ടെന്ന് താഴേക്ക് വാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി ഡോർ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒന്നുകൂടി ഡോർ ഓപ്പൺ ചെയ്തു. അതേ ഇവിടെ ഞാൻ മാത്രമല്ല ഉള്ളത്, വിവിയുമുണ്ട്. ഡോറൊക്കെ ലോക്ക് നന്നായി ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹസത്തിന് മുതിർന്നാൽ കൊള്ളാം. അവൻ ഒന്ന് അടിമുടി അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ ഡോർ ക്ലോസ് ചെയ്തു പോയി. നാണം കെട്ട്. പാറു ഒരു ചമ്മലോടെ അവിടെ നിന്ന് ഇനിയും വൈകിയാൽ ചിലപ്പോൾ വീണ്ടും വേദ് വന്നാലോ എന്നൊരു ഭയത്തോടെ കയ്യിൽ കയറ്റി ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത്
നേരെ താഴേക്ക് ചെന്നു. അവൾക്ക് വേദിനെ ഫേസ് ചെയ്യാൻ വല്ലാത്ത ഒരു മടി പോലെ. പോകാം. വേദ് ഒരു ഭാവവ്യത്യാസമില്ലാതെ തന്നെ അവളോട് ചോദിച്ചതും അവൾക്ക് ഒരു ചെറിയൊരു ആശ്വാസം പോലെ തോന്നി. വേദിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി നേരെ കാറിനടുത്തേക്ക് നടന്നതും ഹലോ എങ്ങോട്ടാ, ഇങ്ങോട്ട് വാ. അവൻ ബുള്ളറ്റിൽ കയറിയിരുന്നു കൊണ്ട് അവളോടായി പറഞ്ഞതും അയ്യോ എനിക്ക് ബുള്ളറ്റിൽ കയറാൻ അറിയില്ല. അവൾ ഒരല്പം വെപ്രാളത്തോടെ പറഞ്ഞു താൻ എൻ്റെ കൂടല്ലേ വരുന്നേ, താൻ കയറടോ. തന്നെ സേഫായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി തനിക്ക് വേണ്ടുന്ന സാധനമെല്ലാം വാങ്ങിത്തന്ന് തിരിച്ച് ഞാൻ ഇവിടെ എത്തിക്കാം പോരേ. അവൻ അവളോടായി പറഞ്ഞു തനിക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ കയറിയാൽ മതി. എനിക്ക് വിശ്വാസമാ, അവൾ ഒരു പതിഞ്ഞ സ്വരത്തിൽ അവനോടായി പറഞ്ഞു. എങ്കിൽ കയറോ. അവൻ അവളോടായി പറഞ്ഞത് അവൾ കയറേണ്ട രീതി അവൻ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അവൻ്റെ ബുള്ളറ്റിൻ്റെ പിന്നിൽ കയറിയിരുന്നു. തിരിഞ്ഞ് വീട്ടിലേക്ക് നോക്കിയപ്പോൾ അമ്മ ആ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ പോയിട്ട് വാ മക്കളെ. വേദ് സൂക്ഷിച്ച്, മോക്ക് ബൈക്കിൽ അത്ര പരിചയമില്ല. ആ അമ്മ ഞാൻ ശ്രദ്ധിച്ചോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. എവിടെയും പിടിക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ പാറു പുറകിലേട്ട് ഒന്ന് ആഞ്ഞു. അവൾ ഭയന്നുകൊണ്ട് വേദിനെ ചുറ്റിപ്പിടിച്ചു. അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ വേദ് ഒന്ന് സ്റ്റക്കായി. പിന്നീട് മിററിലൂടെ നോക്കിയപ്പോൾ കണ്ണുകൾ അടച്ച് തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന പാറുവിനെ കണ്ട് ഒരു പാവം തോന്നി. അവൻ പെട്ടെന്ന് തന്നെ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി നിർത്തി അവളുടെ കയ്യിൽ ഒന്ന് തട്ടി വിളിച്ചു. അവൾ കണ്ണു തുറന്ന് പെട്ടെന്ന് തന്നെ വേദിനെ ചുറ്റിപ്പിടിച്ചിൻ്റെ കൈകൾ അകത്തി. അയ്യോ, പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുത്തുമ്പോൾ എവിടെയും കിട്ടാത്തത് കൊണ്ട് കയറി പിടിച്ചതാ. സോറി. അതിനെന്താണോ താൻ സോറി പറയുന്നത്? എന്നാലും താൻ ഇങ്ങനെ തന്നെയല്ലേ എന്നോടൊപ്പം ഇരുന്ന് വരേണ്ടത്. പിന്നെന്താ, താൻ ഇതാണ്ടേ ഇത്തിരിയുടെ നേരെ കയറിയിരുന്ന് ഒന്ന് പിടിച്ചിരുന്നേ. അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ നേരെ കയറിയിരുന്ന് അവളുടെ ഷോൾഡറിൽ കൈവച്ചതും വേദ് അവളുടെ കൈ ഷോൾഡറിൽ നിന്നും എടുത്ത് പഴയതുപോലെ തൻ്റെ വയറിന് ചുറ്റി തന്നെ വെച്ചു. അവൻ്റെ ആ പ്രവൃത്തി പാറു ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അവൾ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന വേദിനെ കണ്ടപ്പോൾ രാവിലത്തെ കാര്യം കൂടി അവളിന് ഓർമ്മ വന്നു. പിന്നീട് കുറച്ച് മുന്നേ കണ്ടതുകൂടി ഓർമ്മ വന്നതും അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ഞാനൊന്നും കണ്ടില്ല, താൻ ഇങ്ങനെ ബ്ലഷ് അടിച്ച് ചുമക്കാൻ വേണ്ടി. അവൾ വീണ്ടും കണ്ണടിച്ച് എന്ന് പറഞ്ഞത് എന്താടോ? ഒന്നുമില്ല എന്നർത്ഥത്തിൽ പറഞ്ഞു. കാര്യമായിട്ട് സത്യമായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. തന്നെ ആ വേഷത്തിൽ കണ്ടപ്പോൾ ഞാൻ തിരിഞ്ഞങ്ങ് നിന്നു. ഞാൻ കണ്ടു തിരിഞ്ഞു നിന്നത്. അവൾ ഒരു കുറുമ്പോടെ അവനോട് പറഞ്ഞു. എന്ത് കണ്ടുന്നു? എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. അവൾ അവനോടായി പറഞ്ഞു. കണ്ടോ? എന്നിട്ടൊന്നുമില്ല പോ. അവൾ നാണത്തോടെ അവനോടായി പറഞ്ഞു. ആഹാ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എൻ്റെ പാറുവിനറിയാമോ? അവൻ അവളോടായി ചോദിച്ചു. അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അവളുടെ വീട്ടുമുറ്റത്ത് വന്നിറങ്ങിയതും കുട്ടു അവർ രണ്ടുപേരെയും കണ്ടിട്ട് ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു. അവന് വേണ്ടി കുറച്ച് സ്വീറ്റ്സൊക്കെ അവൾ വാങ്ങിയിരുന്നു. അല്ല കുട്ടു, നീ എന്നാ അനന്തുവേട്ടൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വന്നേ? ദാ ഇപ്പം വന്നതേ ഉള്ളൂ. എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ആയിരുന്നു, അതുകൂടി കളക്ട് ചെയ്തിട്ട് നേരെ അനന്തുവേട്ടൻ്റെ അടുത്തേക്ക് പോകാം. അനന്തുവേട്ടൻ ഇപ്പോൾ വരും. എന്നെ ഇവിടെ വിട്ടിട്ട് ആരെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് പോയതാ. എന്തായാലും നല്ല ടൈമാണ്. അവളുടെ കയ്യിൽ നിന്നും അവൾ വാങ്ങിക്കൊണ്ട് വന്നത് കവറുകളെല്ലാം തുറന്ന് അവന് വേണ്ടുന്നതെല്ലാം അവിടെ ഇരുന്ന് തന്നെ അവൻ കഴിക്കാൻ തുടങ്ങി. ചെക്ക പതുക്കെ നിനക്ക് കൊണ്ടുപോയി എങ്കിലും കഴിച്ചുകൂടെ? നോ, ഞങ്ങളിപ്പോൾ അനന്തുവേട്ടൻ്റെ കൂടെ വിവിയേട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ട് അവർ താമസിച്ച പഴയ ആ ഫ്ലാറ്റിലാണ്. അതുകൊണ്ട് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ ഇതിനകത്തുനിന്നൊരു ഇത്തിരി പൊട്ടിപ്പോലും അവന്മാരെ എനിക്ക് തരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചേ കഴിച്ചാൽ അവർ ചെല്ലുമ്പം അവർക്ക് ഉള്ളത് കൊടുത്താൽ മതിയല്ലോ. എന്താ ബുദ്ധി. ചേച്ചി എന്തിനാ വന്നത്? അത് എൻ്റെ ബാഗും ടെക്സ്റ്റും ഒക്കെ ഇവിടെ അന്നേരം അത് എടുക്കാൻ വന്നതാ. അല്ലളിയ, എന്നാ? എൻ്റെ ചേച്ചിയുടെ കഴുത്തിൽ താലിയിട്ട. അവൾ ആദ്യം ഒന്ന് ഉറക്കുകയും പിന്നീട് സ്വകാര്യമായിട്ടും അവനോടായി ചോദിച്ചു. പെട്ടെന്ന് തന്നെ കാണുവളിയ, അളിയനെ വിളിക്കാതെ അങ്ങനൊരു ചടങ്ങ് നടത്തുമോ? ആകപ്പാടി എനിക്കുള്ള ഒരു മൂഡ് അളിയനല്ലേ. അളിയനില്ലാതെ എങ്ങനെ അളിയ ഇതൊക്കെ ശരിയാകുക? അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നുകൊണ്ട് അവൻ കഴിക്കുന്നതിൽ നിന്നും ഒരു കഷ്ണം മൈസൂർ പാക്ക് എടുത്ത് അവൻ കഴിച്ചുകൊണ്ട്
കുട്ടുവിനെ നോക്കിയതും കുട്ടു രൂക്ഷമായി അവനെ നോക്കുന്നു. ആ എന്താളെ ഇങ്ങനെ നോക്കുന്നേ? അളിയനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം വേറെ ആരെങ്കിലും എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇത് ഒരു തവണത്തേക്ക് മാത്രം ഞാൻ ക്ഷമിക്കൂ. ഇനി ഇത് ആവർത്തിക്കരുത്. ഒന്ന് പോണിയ, ഞാൻ ഇനിയും തിന്നും, ഇനിയും കൈയിട്ട് വരും. അളിയൻ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തോ അളിയൻ. കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ അവനോടായി പറയുന്നത് കേട്ടതും അവൻ വേദിനെ അടിപൊളിയെന്ന് നോക്കി. എന്താളെ ഇങ്ങനെ വന്ന്? അല്ല, അളിയനെ പോലീസിലേക്കെടുത്തത് ഫിസിക്കലെല്ലാം നോക്കിയിട്ടല്ലേ? അതെ, എന്താ? ഏയ് ഒന്നുമില്ല, ഒരു ഡൗട്ട് കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. വേദ് ഒന്ന് ഗൗരവത്തിൽ മൂളി. വീണ്ടും കുട്ടു തൻ്റെ പഴയ പരിപാടി തന്നെ കണ്ടിന്യൂ ചെയ്തു. അതിനിടയിലൂടെ വേദ് അതിൽ നിന്നും എടുത്ത് കഴിക്കുകയും കുട്ടു രൂക്ഷമായി അവനെ നോക്കുകയും ചെയ്തു. കുറേ സമയം കഴിഞ്ഞപ്പോൾ പാറു 2 കൈയിൽ ബാഗുമായി പുറത്തേക്ക് വന്നു. ഇതെന്താ പാറു 2 കൈയിൽ ബാഗ്? ഒന്ന് എൻ്റെത്, ഒന്ന് കുട്ടുവിൻ്റെത്. ഈ ബാഗ് നിറയെ എന്താ? ഇതിൽ കുറച്ച് എൻ്റെ ടെക്സ്റ്റും എൻ്റെ ഡ്രസ്സുമാണ്. ഡ്രസ്സ് ഒന്നും എടുക്കണം. നിനക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇന്ന് നിനക്ക് ഞാൻ വാങ്ങിത്തരും. അത് മതി. അല്ലാതെ ഇവിടുത്തെ ഒരു സാധനവും ഇനി നിനക്ക് വേണ്ട. ടെക്സ്റ്റ് പോലും വേണ്ട എന്ന് വെക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നീ പഠിച്ച് കണ്ടിന്യൂ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അതിന് സമ്മതിച്ചത്, അവൻ പറഞ്ഞു. അതേസമയമാണ് മുറ്റത്തേക്ക് 3 ബൈക്ക് വന്നു നിന്നു. ഒന്നിൽ അനന്തവും, ഒന്നിൽ വിവിയും ഷിഹാബും, മറ്റൊന്നിൽ വിഷ്ണുവും എബിയുമായിരുന്നു. അപ്പോഴാണ് അവരുടെ എല്ലാം ശ്രദ്ധ കുട്ടുവിൻ്റെ കയ്യിലിരുന്ന കവറിലേക്ക് പോകുന്നത്. അവർ അപ്പോൾ തന്നെ ബൈക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കുട്ടുവിൻ്റെ അടുത്തേക്ക് പോയി. കുട്ടു അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ തൻ്റെ കയ്യിലിരിക്കുന്നത് കുറച്ചുകൂടി ഇറുകി പിടിച്ചത് അവൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം അവർ വലിച്ചെടുത്ത് അതിൽ നിന്നും കഴിക്കുന്നു. കണ്ടോ ചേച്ചി, ചേച്ചിയോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അന്നേരം കഴിച്ചില്ലായിരുന്നു, ഇവന്മാരെനിക്ക് തരുമായിരുന്നോ? അവൻ ഒരു സങ്കടഭാവത്തിൽ അവനോടായി പറഞ്ഞതും എല്ലാവരും പാറു രൂക്ഷമായെന്ന് നോക്കി. എൻ്റെ പാറൂസേ, നീ ഇങ്ങനെ ഞങ്ങൾ നോക്കിപ്പെടുക. ഈ കുരുപ്പുണ്ടല്ലോ, ഞങ്ങൾ കഴിക്കുന്നതിനകത്ത് വരെ കൈയിട്ട് വാരി തിന്നിട്ടാ ഇപ്പോൾ ഈ സെൻറ്റി അടിക്കുന്നത്. ഈ കുരുപ്പിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് ഉള്ളതും കൂടി എടുത്ത് വെട്ടി വിഴുങ്ങുന്ന ഈ സാധനം ഇന്ന് ഞങ്ങൾക്ക് തിന്നുന്ന കണ്ടപ്പോൾ അറിയാതെ ആ പ്രതികാരം വെളിയിലോട്ട് വന്നു പോയത്. സോറി പാറൂസേ, ഐ ആം റിയലി സോറി അളിയ, ഐ ആം റിയലി സോറി. അത്രയും പറഞ്ഞിട്ട് വിഷ്ണു വീണ്ടും തൻ്റെ പഴയ പണി തുടങ്ങി. അവൻ്റെ പറച്ചിലും എല്ലാം കേട്ട് എല്ലാവർക്കും ചിരി വന്നു. എല്ലാവരും കൂടെ ഇരുന്ന് ചിരിച്ചു. അതേസമയമാണ് പുറത്തു നിന്നും അശ്വതി അകത്തേക്ക് വന്നത്. എല്ലാവരും മുറ്റത്ത് കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയല്ലേ, എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊരു വരവ്? അപ്പോഴാണ് അവരുടെ കൂടെ നിൽക്കുന്ന പാറുവിനെ കണ്ടത്. അവർ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട്, 2 ദിവസം കൊണ്ട് ഇവന് നിന്നെ മടുത്തോടി, നിന്നെ തിരിച്ചു കൊണ്ടൊന്ന് ഇവിടെ വിടാൻ വന്നതാണോ? അവർ ഒരു പുച്ഛഭാവത്തോടെ പാറുവിനോട് ചോദിച്ചതും വേദിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതേ, നിങ്ങളെ കെട്ടിയ നിങ്ങളുടെ ഭർത്താവല്ല ഇത് വേദിൻ്റെ ഭാര്യയായിട്ട് ഇവളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇവൾ കാണും. കേട്ടോ പെണ്ണുമ്പിള്ളേ, വായിക്കിടക്കാൻ നാക്കെടുത്ത് വളയ്ക്കുന്ന സൂക്ഷിച്ചു വേണം. അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞിരുന്നു. അവൻ പാറുവിനെയും വലിച്ചുകൊണ്ട് നേരെ ബുള്ളറ്റിനടുത്തേക്ക് കയറി ബുള്ളറ്റിൽ അവളെയും ഇരുത്തി നേരെ അവിടെ നിന്നും വിട്ടുപോയി. ബാക്കിയുള്ളവരും അവരെ നോക്കിക്കൊണ്ട് അവരുടെ തൊട്ട് പിന്നാലെ തന്നെ പോയി. കുട്ടുവും കയറിയതും മോനെ എന്ന് വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കാതെ അനന്തുവിൻ്റെ പിന്നിൽ കയറിയിരുന്ന് അവിടെ നിന്നും പോയി. അശ്വതി വല്ലാത്ത വിഷമം തോന്നി. തൻ്റെ മകനോട് താൻ ചോദിച്ചതിന് പോലും അവൻ മറുപടി തരാതെ ആര് എന്തെന്നറിയാത്ത ഒരുത്തരുടെ കൂടെ ഇപ്പോൾ ജീവിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരി അവളാണ്. പാറുവിൻ്റെ മുഖം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നതും അവർക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ലേ. ഇതിനെല്ലാം നീ അനുഭവിക്കാൻ കിടക്കുക പാറു, ഇതിനെല്ലാം നീ അനുഭവിക്കും, അവർ ഉള്ളാൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. എന്നാൽ അശ്വതി ഒരു വട്ടം പോലും തിരിഞ്ഞു ചിന്തിച്ചില്ല. താൻ ചെയ്ത ക്രൂരമായ പ്രവൃത്തിയുടെ ഫലമാണ് താനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ മാനസികാവസ്ഥ വരെ അതുകൊണ്ട് മാത്രമാണെന്ന്.